ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമദാൻ 20-ൻ്റെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഹസ്ബൻഡിൻ്റെ വീട്ടിലെ നോമ്പ് തുറയും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ 8 മണിയാകുമ്പം തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കല്ലുമ്മക്കായാണ്. അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി അന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മിനിയാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന് ഷോർട്സ് വീഡിയോ ആയിട്ട് കല്ലുമ്മക്കായിൻ്റെ. അപ്പോൾ അതിൽ തേങ്ങ ഇടാൻ എനിക്ക് ശരിക്കും മറന്നു പോയതാണ്. അതിൽ കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് തേങ്ങ ഇടൂലെന്ന് വെച്ചിട്ട്. ശരിക്കും എനിക്ക് മറന്നു പോയതാണ്. പക്ഷേങ്കിലും തേങ്ങ ഇടാത്തതിൻ്റെ ഒരു കുറവും ആ കല്ലുമ്മക്കായിൽ കണ്ടിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് മറക്കാണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ചേർത്തത്. കല്ലുമ്മക്കായിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ട് നോക്കാം. പിന്നെ അപ്പോൾ ഞാൻ തലേന്നെ വൃത്തിയാക്കി കഴുകി വെച്ചതാണ്, രാവിലെ തന്നെ വേഗം പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേഗം പണി എളുപ്പത്തിലായിട്ടുണ്ട്. അങ്ങനെ വേഗം ഒക്കെ നിറച്ചിട്ട് ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേഗം അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു 30 ഇറച്ചിയുടെ വേണ്ടും. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഞാൻ മസാല റെഡിയാക്കുന്നുള്ളൂ. ഇത് ഈ ഇറച്ചിയുടെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് തൃക്കരിപ്പൂർ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കി ഉണ്ടാക്കണമെങ്കിൽ സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായും റെഡിയായി, ബീഫിൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അത് ഇറച്ചിയുടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ വേഗം കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം വേഗം അതൊന്ന് പരത്തി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മുന്നത്തെ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിന്, നിങ്ങൾ സ്നാക്ക് വിൽക്കാൻ ഉണ്ടാക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് കഴിക്കാൻ കൂടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിങ്ങളെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന രണ്ടാളും സ്നാക്സ് ഒന്നും കഴിക്കാറില്ല. നമുക്ക് ഈ മസാല രാവിലെ മുതലേ ഇങ്ങനെ മണത്തിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചടിച്ച് അതിനോടൊരു വെറുപ്പാണ് ആ ടൈം ആകുമ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ കഴിക്കാറില്ല. പിന്നെ കുട്ടികളുണ്ട്. ഒന്നാമത് എൻ്റെ മോന് നിങ്ങൾക്കറിയാം ഹുദവിക്ക് പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ അനിയത്തി ഓള മോനും ഹുദവിക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ 2 പേരും ഇവിടെ എപ്പോഴും ഇല്ലാത്തവരാണ്. അവർ പിന്നെ മാസത്തിൽ 4 ലീവാണ് അവർക്ക് ഉണ്ടാക്കൽ എല്ലാ മാസവും. പിന്നെ കുറേ നാളത്തേക്ക് ശേഷം ഒരു വർഷത്തിൽ ഈ ഒരു മാസം റമദാനിൽ ഒരു മാസമാണ് അവർക്ക് ലീവ്. ഒരു മാസം 1.5 മാസം ലീവ് ഉണ്ടാകും. അങ്ങനെ അപ്പോഴാണ് അവർ നമ്മളെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടൈമിൽ അവരെ എപ്പോഴും നമ്മളെ വീട്ടിലില്ലല്ലോ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കിട്ടും, പക്ഷേ അവർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലും അവർക്ക് കൂടി ഒരു പരിഗണന നൽകണം എന്നുള്ള നിലക്ക് ആ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ടൈം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷേ അവരെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ട. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അവരെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. സമയമില്ലെങ്കിലും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും. അങ്ങനെ ഇറച്ചിയുടെയൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ കയറ്റിയിട്ട് ഇതാ നേരെ തൃക്കരിപ്പൂരേക്ക് വന്നിട്ട് ചിക്കനും പിന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങാണ്ടതിന് അങ്ങനെ ചിക്കൻ വേഗം വാങ്ങി നമ്മളടുത്ത കടയിലേക്ക് കയറി അവിടെ നിന്ന് വെജിറ്റബിൾസും അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ എവിടെയും നിൽക്കാനും ഇരിക്കാനും ഒന്നും സമയമില്ല. മലക്കുൽ മൂത്ര അസ്രായിൽ വന്നാൽ വരെ പിടിക്കാൻ നമ്മൾക്ക് സമയമില്ല. പിടിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറൊക്കെ നമ്മളെ ബേള പിടിച്ചിട്ട് കൊല്ലും. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. വേഗം വീട്ടിൽ വന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങിട്ട് കട്ട്ലറ്റ് ആക്കാനുണ്ട്. പിന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. അവിടെ നോമ്പ് ഉറയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനും കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണം. വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ, നോമ്പല്ല. എല്ലാവരുടെയും നാട്ടിലൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുപോകായിരിക്കും. പിന്നെ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം മുട്ടയൊക്കെ തീമ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് കുക്കറിൽ ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഇറാനി പോള ഉണ്ടാക്കാനുണ്ട്, ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ മസാല വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് റെഡിയാക്കിയിട്ട് അതും വേഗം ഒന്ന് ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ച് അതൊന്ന് സെറ്റാക്കി അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സമൂസൻ്റെ മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3 ഓർഡറാണ് കൊടുക്കാനുള്ളത്. 3 ഒരു 2:30-3 മണിയാവുന്നതിൻ്റെ ഉള്ളിൽ 3 ഓർഡറും കൊടുക്കണം. അപ്പോൾ അതും വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഒന്നാമത്തെ ബാച്ച് കുക്കറിലിട്ട ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വേഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ കുക്കറിൽ വീണ്ടും അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്തു. പിന്നെ ഇത് നമ്മുടെ അപ്പോഴേക്ക് നമ്മൾ ഇറാനി പോള റെഡിയായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെച്ച് നമ്മുടെ കല്ലുമ്മക്കായി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ ചേർത്ത് ബ്രെഡ് ക്രംസൊക്കെ ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓർഡർ ഉണ്ടായിട്ടുണ്ട്. ഒരു 120 കട്ട്ലറ്റ് കൊടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവൾ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം കട്ട്ലറ്റിനൊന്ന്
ബ്രെഡ് ക്രംസൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് പാക്കറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. പിന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എഗ് ബോക്സാണ് ഉണ്ടാക്കുന്നത്. കല്ലുമ്മക്കായും എഗ് ബോക്സും പിന്നെ കോഴിയട ഞാൻ രാത്രിയെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇപ്പം ടൈം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം അതൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ ഉള്ളതുകൊണ്ട് പാക്കിങ്ങും ഭയങ്കര പണിയാണ്. തട്ടാതെയും മുട്ടാതെയും ഇങ്ങനെ നല്ല ഒരു ലെവലിൽ വെക്കണ്ടേ. പിന്നെ ഇതാ അതൊക്കെ പാക്കിങ് ചെയ്തിട്ട് ഞാൻ സീൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓള് ഹാഫ് മൂൺ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ വേഗം എൻ്റെ എഗ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുകയെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതൊന്ന് പാനിലിട്ടിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എഗ് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ വേഗം അതിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. സമയം 3:30 മണിയായിട്ടുണ്ട്. സമയം പിന്നെ നമുക്ക് ടൈമില്ലെങ്കിൽ സമയത്തിനും ഒരു ഭയങ്കര തിരക്കാണ്. 2 മണിയാണ്, 3 മണിയാണ്, 4 മണിയാണ്, സമയം ഇങ്ങനെ ഓടലാണ്. അതിൻ്റെ കൂടെ നമ്മളും ഇങ്ങനെ ഓടൽ തന്നെ. പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ എഗ് ബോക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേഗം ഇതൊന്നും ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ഫ്രൈ ചെയ്യാണ്ട് കൊണ്ടുപോകുന്നതാണ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടുന്ന് വിടുമ്പം തന്നെ സമയം ഒരുപാട് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുളിച്ച് റെഡിയായിട്ട് വരണം. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കല്ലുമ്മക്കായും പാക്ക് ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുവരെ കല്ലുമ്മക്കായൊന്നും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എഗ് ബോക്സും ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഒരു ആവേശമാണ്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ ഉമ്മാക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ ബോക്സിലാക്കി വെച്ച് പിന്നെ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ പാക്ക് ചെയ്തിട്ട് ഇതൊക്കെ എടുത്തിട്ട് ബുള്ളറ്റിലാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയുമോ അറിയില്ല. ഈ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കും. അതിൻ്റെ ഇടയിൽ കറണ്ടും പോയിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കുകയും വേണം. പിന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. 3 ആളുണ്ട് വണ്ടിയിൽ. എൻ്റെ മോളും ഉണ്ട്, മോനും ആയില്ലേ, ഞാനുമായി. 3 ആളും കൂടി പോകുമ്പം എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറേശ്ശെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലേസാണ്. ഇൻഷാല്ല ഞാൻ പെരുന്നാളിന് പോകുമ്പോൾ നല്ല പാങ്ങിൽ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ നാടൊക്കെ കാണുന്നവരും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഏതൊക്കെ നാട്ടുകാരാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്ന് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി, കാണാൻ തന്നെ നല്ല സൂപ്പറില്ല. വയനാട്ടിലൊക്കെ പോകുമ്പോലത്തെ ഒരു ഫീലില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-21 കിലോമീറ്റർ പോകാനുണ്ട് ഈ സ്ഥലത്തേക്ക്. പോത്താങ്കണ്ടെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോകാൻ ഭയങ്കര ഒരു ത്രില്ലാണ്. കുറേ എല്ലാ നാട്ടുകാരും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലേ സ്ഥിരമായിട്ട് നിൽക്കലേ. അപ്പോൾ അവർക്കൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഫീലാണ് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഫോൺ കയ്യിൽ നിന്ന് വീഴുമോയെന്നില്ല ഒരു പേടി. ഞാൻ പോകുമ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. 5:45 ഞാൻ അവിടെ എത്തുമ്പോൾക്ക്. ബീഫ് ബിരിയാണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഇതാ ചില്ലി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സമൂസ, മുട്ട റോസ്റ്റ്, പിന്നെ ഞാൻ കൊണ്ടുവന്ന കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അവർ. പിന്നെ ക്യാരറ്റുംസും ഇറച്ചിപ്പട്ടിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില്ലിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം കസ്കസൊക്കെ ഇട്ടിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പോയ ക്ഷീണത്തിൽ ഇവിടുന്ന് പണിയെടുത്തിട്ടൊക്കെ പോയതല്ലേ. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റിയിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് സമയം പിന്നെ റെസ്റ്റ് എടുത്തതിന് ശേഷം രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നോമ്പ് മുറിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പ്ലേറ്റിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ പണിയൊക്കെ എനിക്ക് എവിടെ പോയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണിയെടുക്കാൻ എനിക്ക് എവിടെ പോയാലും നല്ല ഇഷ്ടമാണ്. എവിടെ നിന്നും വെറുതെ ഒന്നും നിൽക്കില്ല, ഇങ്ങനെ പണിയെടുക്കും. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ പോയാലൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കലുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നതല്ല. പിന്നെ ഇതാ ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉറുമാമ്പഴമൊക്കെ ഇട്ടിട്ടില്ലേ. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. നമ്മുടെ നോമ്പ് മുറിക്കേണ്ട ടൈം ആകാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ആണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിതാ കിച്ചണിൽ പെണ്ണുങ്ങൾക്കും ഇതുപോലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് മുറിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ കലാപരിപാടി. മാങ്ങയും സിർക്കയും ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് ഒരു
കൊട്ടയിലിട്ടിട്ട് ഇതൊക്കെ അടിച്ചടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നതിനെ നല്ല അടിപൊളി ഉണ്ടായിന്. ഞാനെല്ലാം എത്രയാ തിന്നിക്കണ്ട, മാങ്ങ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. പിന്നെ ഇതാ എൻ്റെ കൈ ചേരാണ്ട് ഒരു ബിരിയാണി റെഡിയാവോ? ഇല്ലല്ലോ, ഇതൊക്കെ അവരുണ്ടാക്കിയതാണ്, ഉമ്മാന്ന് ചോറൊക്കെ ഉണ്ടാക്കിയത്. ലാസ്റ്റ് ഞാൻ അതിനൊന്ന് ഡെക്കറേഷൻ ചെയ്ത് അത്രയേ ഉള്ളൂ, ദമ്മിട്ട് കൊടുത്ത്. പിന്നെ ഇതാ ഉമ്മാമോനും കൂടി സംസാരിക്കുന്ന ഫോണിലേക്ക് കൂടിയിട്ട് അങ്ങനെ ദമ്മിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് ഞാനൊന്ന് അടുപ്പത്ത് കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഒരു 9 മണിക്കാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഉസ്താദുമാർ പിന്നെ തറാവി നിസ്കാരവും അതൊക്കെ കഴിഞ്ഞിട്ടേ വരും എന്ന് പറഞ്ഞു. 21 ലാവായതുകൊണ്ട് അവിടെ കുറച്ചെന്തല്ലോ അധികമുണ്ട് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിന്. 10:30 മണി കഴിഞ്ഞിട്ടുണ്ടായിന് അവർ വന്ന് യാസീനോദി ഇതൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോൾ 11 മണിയായിട്ടുണ്ട്. ഇതാ നല്ല ചെറിയരി കഞ്ഞിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും പിന്നെ ചിക്കൻ കറി ഉണ്ടായിന്, പത്തിരി ഉണ്ടായിന്, പിന്നെ സലാഡും അച്ചാറൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഫുഡ് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഉമ്മാക്ക് കൊണ്ടുപോയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഉമ്മ ഹാപ്പിയായി, ഞങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി 12 മണിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ നോമ്പ് 21ൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.